വീട്ടിലിരുന്ന് സൗജന്യ പരിശീലനം നേടാം. LDC 2020 മെയ് 3 മുതൽ. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കുക www.ranhouse.in. മലയാളത്തിന്റെ ചോദ്യോത്തര വിശകലനമാണ് ഇന്ന് നടക്കുന്നത്. 61ാമത്തെ ചോദ്യം, പ്രകൃതിക്കും പ്രത്യയത്തിനുമിടയിൽ നിന്ന് അർത്ഥവ്യക്തത ഉണ്ടാക്കുന്നവയാണ്. പ്രകൃതിക്കും പ്രത്യയത്തിനുമിടയിൽ നിന്ന് അർത്ഥവ്യക്തത ഉണ്ടാക്കുന്ന ഏതോ ഒരു രൂപം താഴെയുണ്ട്. ഏതാണ് അർത്ഥവ്യക്തത ഉണ്ടാക്കുന്ന ഇടയിൽ നിന്ന്? അപ്പൊ അംഗം, ഉപസർഗം, ഇടനില ഇവയൊന്നുമല്ല. നമുക്ക് ഇതൊഴിവാക്കാം. ഡി. 3 ഉത്തരങ്ങളാണ് പരിശോധിക്കേണ്ടത്. അംഗം, ഉപസർഗം, ഇടനില എന്ന്. ഇതിന്റെ ഉപസർഗം എന്ന് പറയുന്നത് ഇപ്പൊ സവിനയം. ഈ സവിനയം എന്ന വാക്കിൽ സ എന്നുള്ളത് ഉപസർഗമാണ്. അപ്പൊ അത് എന്തല്ല, ആ പ്രകൃതിക്കും പ്രത്യയത്തിനും ഇടയിൽ നിന്ന് അർത്ഥവ്യക്തി ഉണ്ടാക്കുന്നവയല്ല ഉപസർഗം. അപ്പൊ ഇതല്ല. ഇനി ബാക്കിയുള്ളത് എയും സിയുമാണ്. അംഗം, ഇടനില. അപ്പൊ പ്രകൃതിക്കും പ്രത്യയത്തിനും നമുക്ക് ഉദാഹരണം നോക്കാം. രാജാവ് ഇൻ എ, രാജാവിന്റെ എന്ന് കിട്ടും. രാജാവ് ഇൻ എ എന്നാണ് ഏതിനെ പിരിക്കുമ്പോ രാജാവിന്റെ എന്ന് പറയുമ്പോ രാജാവ് ഇൻ എ. ഇതില് അംഗവുമുണ്ട്, ഇടനിലയുമുണ്ട്. ഇപ്പൊ രാജാവ് എന്ന് പറയുന്നത് പ്രകൃതി, എ എന്ന് പറയുമ്പോൾ പ്രത്യയം. നോക്കൂ, പ്രകൃതിക്കും പ്രത്യയത്തിനും രാജാവ് എന്താണ്? രാജാവ് പ്രകൃതി പദമാണ്. ഇവിടുത്തെ ഒരു പദത്തിന്റെ കേന്ദ്രാശയമുള്ള ഭാഗമാണ് പ്രകൃതി. ഇതിനെ മറ്റൊന്നിനോട് ചേർക്കാൻ നമ്മൾ പ്രത്യയം ചേർക്കുന്നു. എ എന്ന് പറയുന്നത് പ്രത്യയമാണ്. അപ്പൊ പ്രകൃതിക്കും പ്രത്യയത്തിനും ഇടയിൽ ആരാണുള്ളത്? ഇൻ എന്നുണ്ട്. ഇൻ എന്നുള്ളതാണ് എന്ത്? ഇടനില. അപ്പോൾ ശരി ഉത്തരം ഏതാണ്? പ്രകൃതിക്കും പ്രത്യയത്തിനും ഇടയിൽ നിന്ന് അർത്ഥവ്യക്തത ഉണ്ടാക്കുന്ന ആളാണ് ആര്? ഇടനില. ക്ലിയർ ആയല്ലോ? വ്യക്തമായല്ലോ? പ്രകൃതിക്കും പ്രത്യയത്തിനും ഇടയിൽ നിന്ന് അർത്ഥവ്യക്തത ഉണ്ടാക്കുന്ന ആരാണ്? ഇടനിലയാണ്. ഇനി അംഗം കൂടി മനസ്സിലാക്കിയിട്ട് പോകാം. അംഗം എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയും ഇടനിലയും കൂടിച്ചേർന്നതാണ്. ഈ പ്രകൃതിയും ഇടനിലയും കൂടിച്ചേർന്നതാണ് അംഗം. പ്രകൃതി ഏതാണ്? രാജാവാണ്. ഇടനില ഏതാണ്? ഇന്നാണ്. അപ്പോ അംഗം ഏതാണ്? രാജാവിൻ. രാജാവിൻ എന്നുള്ള പദം അവിടെ എന്താണ്? അംഗമാണ്. അപ്പോ മനസ്സിലായല്ലോ? ഇതിന്റെ ഈ ടോപ്പിക്കിന്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ശ്രദ്ധിക്കുക. അംഗം, ഉപസർഗം, ഇടനില എന്ന് 3 പദമാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പ്രകൃതിക്കും പ്രത്യയത്തിനും ഇടയിൽ നിന്ന് അർത്ഥവ്യക്തത ഉണ്ടാക്കുന്ന ഇടനിലയാണ്. ഇടനില എന്ന് പറയുമ്പോൾ രാജാവിന്റെ എന്ന പദത്തിൽ രാജാവ് ഇൻ എ എന്നുള്ളത് ഇടനില എന്നുള്ളതാണ് ഉദാഹരണം. അതില് രാജാവ് എന്നുള്ളത് പ്രകൃതി പദമാണ്. ഇൻ എന്നുള്ളത് ഇടനിലയാണ്. എ എന്നുള്ളത് പ്രത്യയമാണ്. അപ്പോ പ്രകൃതിക്കും പ്രത്യയത്തിനും ഇടയിൽ നിൽക്കുന്ന ആളാണ് ആര്? ഇടനില. അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി അംഗം എന്ന് പറഞ്ഞാൽ പ്രകൃതിയും ഇടനിലയും ചേർന്നതാണ് അംഗം. ഓക്കെ, ശരി. 2ാമത് ചോദ്യം, 62ാമത്തെ ചോദ്യം, കാകു ചിഹ്നമേത്? ഇപ്പോ ചിഹ്നങ്ങളിൽ നിന്നുള്ള ചോദ്യത്തെ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ കാകു എന്ന ചിഹ്നം ഏതാണ്? ചിഹ്നത്തെ തിരിച്ചറിയാൻ ശ്രമിക്കണം. അപ്പോഴാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? ഇതാണോ കാകുവിന്റെ ചിഹ്നം? ഒരു വരയും ഒരു മുത്തും.
അത് കാവിന്റെ ചിഹ്നമല്ല. ഇതെവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഹായ്, എന്തൊരു ഭംഗി, ഇവിടെയാണ് ഈ ചിഹ്നം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ പേര് വിക്ഷേപിണി എന്നാണ്. വിക്ഷേപിണി. അപ്പൊ അതല്ല, ഇതല്ല വി. നോക്കൂ നിങ്ങൾ, എന്താ ചിഹ്നം? വി ചിഹ്നം എന്താണ്? രോദിനിയാണ്. ഒരു കുത്തും ഒരു കൊമയുമാണ്. അതിന്റെ പേര് രോദിനിയാണ്, കാവ്യല്ല. പിന്നെ രണ്ട് കുത്താണുള്ളത്. രണ്ട് കുത്ത് എന്താണ്? ഈ ചിഹ്നം തുല്യ പ്രാധാന്യമുള്ള രണ്ട് വാക്യങ്ങൾ പറഞ്ഞിരിക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ചിഹ്നം ഏതാണ്? ഇത് ഭിത്തികയാണ്. ഭിത്തിക. ഇംഗ്ലീഷിൽ നമ്മൾ കോളൻ എന്ന ചിഹ്നവും ഇത് സെമി കോളൻ എന്ന ചിഹ്നവും ആണ്. ഇത് എക്സ്ക്ലമേഷൻ മാർക്ക്. വിക്ഷേപണിക്ക് ഇനി ഇംഗ്ലീഷ് പേരൊക്കെ പഠിച്ചു വെച്ചോളൂ. വിക്ഷേപണിക്ക് എക്സ്ക്ലമേഷൻ മാർക്ക്, രോദിനിക്ക് സെമി കോളൻ, ഭിത്തികയ്ക്ക് കോളൻ, COLON എന്നാണ്. COLON. ഇനി ബാക്കിയുള്ളത് ആരാണ്? ബാക്കിയുള്ളതാണ് നമ്മുടെ ഉത്തരം. കാവ്യ ചിഹ്നം എന്താണ്? ക്വസ്റ്റ്യൻ മാർക്കാണ്. ക്വസ്റ്റ്യൻ മാർക്ക്. ഇതെവിടെയാണ്? ചോദ്യവാചകങ്ങളിൽ ഉപയോഗിക്കും. എന്താ ചോദ്യം? നിന്റെ പേരെന്താണ്? നിന്റെ പേരെന്താണ് എന്ന് എഴുതിയിട്ട് നിന്റെ പേരെന്താണ്, നിന്റെ പേരെന്താണ് എന്ന് എഴുതിയിട്ട് അവസാനം നമ്മളൊരു ചിഹ്നം ഇടുന്നില്ലേ? അതാണ്. ഈ ചിഹ്നം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണ്ട? പൂർണ്ണവിരാമം വേറെ ഇടാൻ പാടില്ല. ഇത് എനിക്ക് പൂർണ്ണവിരാമമാണ്. അപ്പൊ നിന്റെ പേരെന്താണ് എന്ന് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് മാത്രം മതി. അടുത്ത് വെച്ച് വാചകത്തിൽ ഉപയോഗിക്കുന്ന ബിന്ദു അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് പിന്നെ സെപ്പറേറ്റ് വേണം എന്നില്ല. ഓക്കെ, അപ്പോൾ കാവു ക്വസ്റ്റ്യൻ മാർക്കാണെന്ന് അറിയാം. 63. മഴ പെയ്തെങ്കിലും ചൂട് കുറഞ്ഞില്ല. രണ്ട് വാചകങ്ങളാണ്. ഒന്ന് മഴ പെയ്തു, രണ്ട് ചൂട് കുറഞ്ഞില്ല. ഈ രണ്ട് വാചകങ്ങളെയും തമ്മിൽ ഘടിപ്പിച്ച് ഈ വാക്യത്തിലെ ഘടകം എന്ന് പറയുന്നത് ഘടിപ്പിക്കുന്നതാണ്. രണ്ട് വാചകങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നതാണ്. വാക്യങ്ങളെ തമ്മിൽ കൂട്ടി ഘടിപ്പിക്കുന്നതാണ്. ഇവിടുത്തെ ഘടകപദം ഏത് എന്നാണ് ചോദ്യം. എ പെയ്തു, ബി പെയ്തെങ്കിലും, സി എങ്കിലും, ഡി കുറഞ്ഞില്ല. അപ്പൊ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി എ അല്ല, കാരണം പെയ്തു എന്നുള്ളതല്ല അവിടെ ഘടിപ്പിച്ചത്. രണ്ടാമത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഡി എന്നുള്ളതും അല്ല, ഡിയും കുറഞ്ഞില്ല എന്നുള്ളതല്ല ഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി ഉത്തരമാവാൻ സാധ്യതയുള്ളത് ബിയും സിയുമാണ്. ഇതെന്തായാലും നമ്മൾ ചെയ്യണം, കാരണം രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ശരിയാണ്. ചിലപ്പോൾ ചോദ്യം വായിക്കുമ്പോൾ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ സംശയം. അത് നമ്മൾ ആലോചിച്ച് ചെയ്യാവൂ, കാരണം തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ എയും ഡിയും എല്ലാം ഉറപ്പാണ് നമുക്ക്. പിന്നെ ബിയും സിയും അല്ലേ. അപ്പൊ അത് നമുക്ക് പരിശോധിക്കാം. എ മഴ പെയ്തെങ്കിലും, പെയ്തെങ്കിലും, എങ്കിലും. അപ്പോ മഴ പെയ്തു എന്നാണ് ഇവിടുത്തെ ഒന്നാമത്തെ വാചകം. അപ്പൊ ഇത് വരില്ല. പിന്നെ മഴ പെയ്തു, ചൂട് കുറഞ്ഞില്ല. അപ്പൊ മഴ പെയ്ത് എങ്കിലും ചൂട് കുറഞ്ഞില്ല. ഉണ്ടോ? ചരിത്രത്തിലേക്ക് നമ്മൾ എത്ര വേഗമാണ് എത്തിയത്. മഴ പെയ്തെങ്കിലും ചൂട് കുറഞ്ഞില്ല എന്ന വാചകത്തിൽ ഘടകപദം എങ്കിലും എന്നാണ്. എങ്കിലും എന്ന ഈ പദമാണ് ഈ രണ്ട് വാക്യങ്ങളെ തമ്മിൽ ഘടിപ്പിച്ചത്. അതുകൊണ്ട് ഘടകമാണ് എങ്കിലും. 64ാമത്തെ ചോദ്യം സന്ധിയുടെ വിഭാഗത്തിൽ നിന്നുള്ളതാണ്. ഉഭയസന്ധിക്ക് ഉദാഹരണം ഇത് ഉഭയസന്ധി അല്ലേ? സന്ധിയുടെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സന്ധി നടക്കുന്ന സ്ഥാനം ഒരു പദത്തിൽ തന്നെ ഒരു മാറ്റം സംഭവിക്കുന്ന പദങ്ങളുണ്ട്, രണ്ട് സ്ഥലത്ത് മാറ്റം സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ രണ്ട് സ്ഥലത്ത് ഇപ്പോ സന്ധി നടക്കുന്ന സ്ഥാനങ്ങൾക്കനുസരിച്ച് പദ മധ്യസന്ധി, പദാന്ത സന്ധി, ഉഭയസന്ധി.
പദത്തിന്റെ അന്ത്യഭാഗത്താണ് മാറ്റം നടക്കുന്നതെങ്കിൽ പദാന്തസന്ധി. ഒരു പദത്തിൽ തന്നെ പദമധ്യസന്ധിയും പദാന്തസന്ധിയും നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് രണ്ട് മാറ്റം സംഭവിക്കുന്നതാണെന്ന് ഉഭയസന്ധി. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഉദാഹരണങ്ങളിൽ ഒരു പദത്തിൽ തന്നെ രണ്ട് സ്ഥലത്ത് മാറ്റങ്ങൾ ഏതാ നോക്കുക. നമ്മള് അറയിൽ അറയിൽ അറ എന്നുള്ള പിരിക്കുമ്പോൾ എങ്ങനെ കിട്ടും? അറ അധികം എന്നാണ് ഒരു സ്ഥലത്തെ മാറ്റുള്ളൂ. അപ്പൊ അതല്ല. പനയോലയിൽ ഇവിടെ മാറ്റം പന എന്നും ഓല എന്നും ഒരു സ്ഥലത്തെ മാറ്റുള്ളൂ. അപ്പോ അതുമല്ല. നാട്ടിൽ എന്ന പദം നോക്കൂ. നമ്മൾ നാട് അധികം നാട്ടിൽ ഒരു സ്ഥലത്തെ മാറ്റുള്ളൂ. ഇനി ബാക്കിയുള്ളത് മണിയറയിലാണ്. തിരിച്ചു നോക്കാം നമുക്ക്. മണി അധികം അറ അധികം മണി എന്നും അറ എന്ന് പറയുമ്പോ ഒരു മാറ്റം ഇവിടെ. അറ അധികം എന്ന് പറയുമ്പോ ഒരു മാറ്റം ഇവിടെ. അങ്ങനെ ഒരു പദത്തിൽ തന്നെ രണ്ടു മാറ്റം നടന്നിരിക്കുന്നു. ക്ലിയർ ആണല്ലോ? ഒരു പദത്തിൽ തന്നെ രണ്ടു മാറ്റം നടന്നിരിക്കുന്നു. അതുകൊണ്ട് ഉഭയസന്ധിക്ക് ഉദാഹരണമായ പദം മണിയറയിൽ. അണിയറയിൽ എന്ന പദം നോക്കൂ. അണി കൂട്ടണം അറ കൂട്ടണം അണിയറയിൽ. വഴിയിടയിൽ വഴി കൂട്ടണം ഇട കൂട്ടണം അത്തരത്തിലുള്ള വാക്കുകൾ ശ്രദ്ധിക്കണം. പദമധ്യസന്ധി, പദാന്തസന്ധി, ഉഭയസന്ധി. ഉഭയസന്ധിക്ക് ഉദാഹരണം മണിയറയിൽ. 65ാമത്തെ ചോദ്യത്തിലേക്ക്. വർത്തമാനകാലക്രിയയുടെ പ്രത്യയനിയതം. ഇപ്പൊ ക്രിയയുടെ 3 കാലങ്ങളെ കുറിച്ച് പഠിച്ച ഒരാൾക്ക് വർത്തമാനകാലക്രിയ അറിയാം. ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം. വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന്. ഭൂതകാലം കഴിഞ്ഞ കാലത്തിൽ കഴിഞ്ഞ ക്രിയ കഴിഞ്ഞു എന്നതിന് സൂചിപ്പിക്കുന്നു. ഭാവികാലം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന കാലമാണ്. അപ്പൊ വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന്. ക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതല്ലേ വർത്തമാനകാലം എന്ന് ഉദ്ദേശിക്കുന്നത്. നോക്കൂ, നിങ്ങൾ 4 ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. തു എന്നാണ് ഒന്നാമത്തേത്. ഈ രണ്ടാമത്തെ ബി ഓപ്ഷൻ. സി ഉന്നു, ഡി ഊ എന്നാണ്. അപ്പൊ തു എന്നുള്ളത് ഇപ്പൊ നോക്കുക. തു വെച്ചൊരു ഉദാഹരണം നോക്കുക. നമ്മള് തൊഴുതു എന്നൊരു വാക്ക്. തൊഴുതു തൊഴുതു അമ്പലത്തിൽ ഞാൻ ഇന്നലെ തൊഴുതു. അപ്പൊ അത് ഭൂതകാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ തു അല്ല, അത് ഭൂതകാലത്തെയാണ്. ഇനി ഈ നോക്കാം. നമുക്ക് ഈ വെച്ചിട്ടുള്ള ഉദാഹരണം പറഞ്ഞു നോക്കാം. ഇളകി 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 എന്ന് പറയുമ്പോൾ കഴിഞ്ഞതാണ്. ക്രിയ നടന്ന് കഴിഞ്ഞതാണ് ഇളകി എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ഇതിനെ കാണിക്കുന്നു, ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നു അല്ലേ? അപ്പൊ ഇത് രണ്ടും ഉത്തരവല്ല. ഇനി ആരാ ബാക്കിയുള്ളത്? ഇനി ഉന്നു എന്നുണ്ട്, ഊ എന്നും ബാക്കിയുണ്ട്. ഇനി ഊ വെച്ച് പറയാം. ഇപ്പൊ നടക്കൂ അല്ലേ? നടക്കൂ. നടക്കൂ എന്ന് പറയുന്നത് വർത്തമാനകാലത്തെ സൂചിപ്പിക്കുന്നതല്ലോ. അത് വേണമെങ്കിൽ ഭാവി കാലത്തെ ഒക്കെ സൂചിപ്പിക്കുന്നു എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഉത്തരത്തിലെത്തിയിരിക്കുന്നു. ഉന്നു എന്നുള്ളതാണ് വർത്തമാനകാല ക്രിയയുടെ പ്രത്യയം. ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കാം. പോകുന്നു, നടക്കുന്നു, ചിരിക്കുന്നു, കുട്ടി ചിരിക്കുന്നു. വർത്തമാനകാലത്തെയാണ്. പോകുന്നു, നടക്കുന്നു, ചിരിക്കുന്നു, ഉന്നു എന്നുള്ളതാണ് വർത്തമാനകാലത്തെ സൂചിപ്പിക്കുന്ന പ്രത്യയം. ഇപ്പൊ കാലവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. തു എന്നും ഈ എന്നുള്ളത് ഭൂതകാലത്തെയും ഉന്നു എന്നുള്ളത് വർത്തമാനകാലത്തെയും ഊ എന്നുള്ളത് ഭാവി കാലത്തെയും സൂചിപ്പിക്കുന്നു. ഇപ്പൊ പോകും എന്നൊരു വാക്കുണ്ട്. പോകും
പോകും അല്ലെ, ഞാൻ അവിടെ പോകും അല്ലെ, അത് ഭാവി കാലത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഉത്തരം വളരെ വ്യക്തമാണ്. വർത്തമാനകാലക്രിയയുടെ പ്രത്യയം ഒന്നു. 66ാമത് ചോദ്യം. അല്ല, ഇല്ല, വയ്യ എന്നീ രൂപങ്ങളൊക്കെ വരുന്നത് ഏത് അനുപ്രയോഗത്തിൽ എന്ന്? അല്ല എന്നും ഇല്ല എന്നും വയ്യ എന്നൊക്കെ വരുന്നത് ഏത് അനുപ്രയോഗത്തിലാണ്? അപ്പൊ നമുക്കിവിടെ അനുപ്രയോഗം നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ഒരു പൂർണ്ണക്രിയയുടെ തൊട്ട് പിന്നാലെ ചേർക്കുന്ന ക്രിയകളെയാണ് നമ്മൾ അനുപ്രയോഗം എന്ന് പറയുന്നത്. അമ്മാവൻ തന്ന പേന കളഞ്ഞുപോയി എന്ന വാചകത്തിൽ പറഞ്ഞുപോയി, അല്ല, അമ്മാവൻ തന്ന പേന കളഞ്ഞുപോയി, പറഞ്ഞു പോയി, കള്ളം പറഞ്ഞു പോയി. അപ്പോ ഈ രൂപമാണ് അനുപ്രയോഗം. പറഞ്ഞു പോയി എന്നുള്ളത് അനുപ്രയോഗം. എന്നാൽ ഞാനും ഭാര്യ സിനിമയ്ക്ക് പോയി എന്നുള്ളിടത്തിൽ പോയി എന്നല്ല അനുപ്രയോഗം അല്ല. ഒരു പൂർണ്ണക്രിയയുടെ തൊട്ട് പിന്നാലെയാണ് ആര് വരുന്നത്? അനുപ്രയോഗം വരുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ല, ഇല്ല, വയ്യ എന്നിവ ഏത് അനുപ്രയോഗത്തിലാണ് വരുന്നത് എന്നാണ്. അപ്പൊ അനുപ്രയോഗത്തിന്റെ വിഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഏതെല്ലാമാണ്? ഭേദകാനുപ്രയോഗം, കാലാനുപ്രയോഗം, നിഷേധാനുപ്രയോഗം, പിന്നെ ഒരു ബാക്കിയുള്ളത് പൂരണാനുപ്രയോഗം എന്നാണ് അല്ലെ. പക്ഷെ അതിന് കൊടുത്തിട്ടില്ല. അപ്പോ ഇവയൊന്നുമല്ല എന്നുള്ളത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല. ഇനി ബാക്കി വരുന്ന 3 ഉത്തരങ്ങളാണ്. ഭേദകാനുപ്രയോഗമാണോ? അല്ല. കാലാനുപ്രയോഗമാണോ? അതുമല്ല. കാരണം അല്ല, ഇല്ല, വയ്യ എന്നൊക്കെ വരുന്നത് നിഷേധാർത്ഥത്തിലുള്ള വാക്കുകളായതുകൊണ്ട് നിഷേധാനുപ്രയോഗമാണ് ശരി. അല്ല, ഇല്ല, വയ്യ അല്ലേ, നിനക്ക് അവകാശമില്ല, നിഷേധാർത്ഥത്തിലായതുകൊണ്ട് അവയെ നമ്മൾ എന്ന് പറയുന്നു കാര്യങ്ങൾ അങ്ങനെയല്ല അല്ലേ. അപ്പൊ അങ്ങനെ വരുന്ന അനുപ്രയോഗമാണെന്ന് പറയുന്ന നിഷേധാനുപ്രയോഗം അല്ലെ. ഭേദകാനുപ്രയോഗം എന്ന് പറയുന്നത് വിനയം, ഭക്തി തുടങ്ങിയവയൊക്കെ കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഭേദകാനുപ്രയോഗം. കാലാനുപ്രയോഗം എന്ന് പറഞ്ഞാൽ ക്രിയയുടെ കാലത്തെ സൂചിപ്പിക്കുന്നതാണ്. ക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ സൂചിപ്പിക്കുന്നതാണ്. അയാൾ കഥ എഴുതുകയാണ് എന്നെല്ലാം പറഞ്ഞാൽ കാലാനുപ്രയോഗത്തിന് ഉദാഹരണമാണ്. കാരണം ക്രിയ നടക്കുന്ന കാലത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ചോദ്യം അല്ല, ഇല്ല, വയ്യ എന്നീ രൂപങ്ങളൊക്കെ വരുന്നത് ഏതനുപ്രയോഗത്തിലാണ്? നിഷേധാനുപ്രയോഗത്തിലാണ്. അതാണ് ശരി. 67ാമത്തെ ചോദ്യത്തിലേക്ക്. രാധ വിമാനത്തിൽ കയറി. അടിവരയിട്ട പദം ഏത് കാരകമാണ്? ഇവിടെ അടിവരയിട്ടിരിക്കുന്നത് വിമാനത്തിനാണ്. വിമാനമാണ് അടിവരയിട്ടിരിക്കുന്നത്. അത് ഏത് കാരകമാണ്? ഇപ്പോ നാമത്തിന് ക്രിയയോടുള്ള ബന്ധമാണ് കാരകമെന്നും ഓരോ വിഭക്തിക്കും ഓരോ കാരകമുണ്ട് എന്നും അതിൽ സംബന്ധിക്ക് കാരകമില്ല എന്നും കാരകത്തിന്റെ ക്ലാസ്സുകൾ നമ്മൾ വിശദീകരിച്ചു. നോക്കൂ നിങ്ങൾ. രാധ വിമാനത്തിൽ കയറി. കരണകാരകം, അധികരണകാരകം, സ്വാമികാരകം, കാരണകാരകം. വിമാനത്തിൽ ഇൽ ആധാരികാധികരണം ഇൽ കൽ പ്രത്യയമായവ അല്ലേ. അപ്പൊ ഏത് വിഭക്തി വരും? ആധാരിക വിഭക്തിയാണ് വരുന്നത്. ആധാരികയുടെ പ്രത്യയം എന്തെല്ലാമാണ്? ഇൽ എന്നും കൽ എന്നുമാണ്. ഇൽ കൽ എന്ന് വരും അല്ലേ. അപ്പോ വിമാനത്തിൽ ആധാരിക. അപ്പോ കയറാൻ ആധാരമായിട്ടുള്ളത് വിമാനമാണ്. ക്രിയ ചെയ്യാൻ ആധാരമായിട്ടുള്ളതാണ് വിമാനമാണ്. അപ്പൊ ആധാരമായിട്ടുള്ളത് ഏതാണ്? അധികരണകാരകമാണ്. വിമാനത്തിൽ അധികരണകാരകമാണ് ശരി ഉത്തരം. രാധ വിമാനത്തിൽ കയറി എന്നുള്ളത് വിമാനത്തിൽ എന്ന പദം അധികരണകാരകമാണ്. കാരണം ഇൽ എന്ന പ്രത്യയം വന്നിരിക്കുന്നു. ആധാരികയുടേതാണ് വിഭക്തി. അപ്പൊ അധികരണകാരകം ഏതാണ്?
വിമാനത്തിൽ എന്നുള്ളത് ആണ് കാരക വിഭാഗത്തിൽ അധികരണം. ഇപ്പൊ കരണകാരകം എന്ന് പറഞ്ഞാൽ ക്രിയ ചെയ്യുന്നതിൽ കർത്താവിന് ഉപകരണമായി തീരുന്നതാണ്. കരണം ഉപകരണം ഓർമ്മിച്ചാൽ മതി. ക്രിയ ചെയ്യുന്നതിൽ കർത്താവിന് ഉപകരണമാണ്. ഏതാണ്? വടി കൊണ്ടടിച്ചു, വടി കൊണ്ട് അടിച്ചു. ഇവിടെ അടിക്കുക എന്ന പ്രവൃത്തി ചെയ്യാൻ കർത്താവിനെ സഹായിച്ചത് വടിയാണ്. ഇപ്പൊ വടി ഏതാണ്? കരണകാരകമാണ് അല്ലേ? അപ്പൊ അത് കരണകാരകം വരും. പിന്നെ ഏതാണ്? സ്വാമികാരകമാണ് നമ്മളിത് പരിചയപ്പെടേണ്ടത്. എന്താ സ്വാമികാരകം? സ്വാമികാരകം എന്ന് പറയുന്നത് ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന ആളാണ് സ്വാമി. ക്രിയയുടെ ഫലം അനുഭവിക്കുന്ന ആളാണ് സ്വാമി. അമ്മ ആദിത്യന് ഭക്ഷണം നൽകി. അവിടെ ആർക്കാ ഗുണം കിട്ടിയിരിക്കുന്നത്? ആദിത്യനാണ് ഗുണം കിട്ടിയിരിക്കുന്നത്. അപ്പൊ സ്വാമിയാണ് ആ വാചകത്തിൽ, ആദിത്യനാണ് ഇവിടെ സ്വാമി കാരകം. ഇനി കാരണം എന്ന് പറഞ്ഞാൽ ക്രിയ നടക്കുന്നതിൽ കാരണമായി തീരുന്നത് മരുന്ന് കൊണ്ട് രോഗം ഭേദമായി. അപ്പൊ നോക്കുക, രാധ വിമാനത്തിൽ കയറി എന്നുള്ളതിൽ വിമാനം എന്ന പദം അധികരണ കാരകമാണ് എന്ന് വ്യക്തമാക്കുക. ബാക്കി സംശയങ്ങൾ കാരകത്തിന്റെ ടോപ്പിക്കില് നോക്കുക. കാരകത്തിന്റെ ക്ലാസ്സിൽ വിശദമായി കാണും. 68ാമത്തെ ചോദ്യ വിശകലനം. അൻ അൾ തു, അൻ അൾ തു, അൻ അൾ തു. ഈ ലിംഗപ്രത്യയങ്ങൾ ചേർത്ത് നിർമ്മിക്കുന്ന തദ്ധിതമേത് എന്നാണ്. അൻ അൾ തു എന്നീ ലിംഗപ്രത്യയങ്ങൾ ചേർത്തിട്ട് നിർമ്മിക്കുന്ന തദ്ധിതമേതാണ്? തദ്ധിതം അറിയാം നമുക്ക്. എന്താ തദ്ധിതം? നാമങ്ങളിൽ നിന്നോ ഭേദകങ്ങളിൽ നിന്നോ ഉണ്ടാക്കിയെടുക്കുന്ന നാമങ്ങളെയാണ് തദ്ധിതം എന്നുള്ളത്. ഒരു ക്വസ്റ്റ്യൻ വിശകലന ചോദ്യ വിശകലനത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് കണ്ടിരിക്കും. ഒന്നുകൂടി പറയാണ്. തദ്ധിതം എന്ന് പറയുന്നത് നാമങ്ങളിൽ നിന്നോ ഭേദകങ്ങളിൽ നിന്നോ ഉണ്ടാക്കിയെടുക്കുന്ന നാമങ്ങളെയാണെന്ന് പറയുന്നത് തദ്ധിതം എന്ന് പറയുന്നത്. തദ്ധിതത്തിന്റെ വകഭേദങ്ങളെയാണ് നൽകിയിട്ടുള്ളത്. തന്മാത്ര തദ്ധിതം, പൂരണി തദ്ധിതം, നാമകർമായി തദ്ധിതം. ഇതിന്റെ നിർവചനങ്ങൾ നോക്കിയാൽ അറിയാം നമുക്ക് എന്താണെന്ന്. തന്മാത്ര തദ്ധിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിന്റെ അനേകം ധർമ്മങ്ങളിൽ ഏതെങ്കിലും ഒരു ധർമ്മത്തെ എടുത്ത് പറയുന്നതാണ് എന്ത്? തന്മാത്ര തദ്ധിതം. കള്ളത്തരം, കൊള്ളത്തരം, വിഡിത്തം. അപ്പൊ അതല്ല, അത് ഉത്തരമായിട്ട് വരില്ല. പൂരണി തദ്ധിതം എന്ന് പറയുന്നത് ഏതാണ്? സംഖ്യാനാമങ്ങളോട് ആം ചേർത്ത് അല്ലേ? അപ്പൊ അതുമല്ല. അപ്പൊ സംഖ്യാനാമങ്ങളോട് ആം ചേർക്കുന്ന എങ്ങനെയാണ്? ഒന്ന്, ഒന്നാം, രണ്ട്, രണ്ടാം, നൂറ്, നൂറാം. അപ്പോ അതും ഉത്തരമല്ല. അത് അതിനടുത്ത് ചേർത്തല്ല ഉണ്ടാക്കുന്നത്. ഇനി ഇവയൊന്നുമല്ല എന്നുള്ളത് നമുക്ക് വേണ്ട. ഇനി ശേഷിക്കുന്നത് ആരാണ്? നാമനിർമ്മായി തദ്ധിതമാണ്. അപ്പൊ അതിനടുത്ത് ചേർത്തുണ്ടാക്കുന്നത് എന്താണ്? നാമനിർമ്മായി തദ്ധിതമാണ്. സി ആണ് കറക്റ്റ് ആൻസർ. ഇത് മനസ്സിലായി കാണണം എന്ന് വിചാരിക്കാണ്. എന്നാൽ ഞാനൊന്ന് വിശദീകരിക്കാം. പേരച്ചത്തോട് നിർവചനം എങ്ങനെയാണ്? പേരച്ചത്തോട് അൻ അൾ തു ചേർത്താണ് എന്തുണ്ടാക്കുന്നത്? നാമനിർമ്മായി തദ്ധിതം ഉണ്ടാക്കുന്നത്. ഇപ്പൊ പേരച്ചം എന്താണ്? അപൂർണക്രിയയാണ്. അപ്പൊ നോക്കുക, നമ്മള് കണ്ട എന്നുള്ളത് ഒരു പേരച്ച പദമാണ്. കണ്ട, കണ്ടവൻ എന്നൊക്കെ പറയുമ്പോ കണ്ട, കണ്ടവൾ അല്ലെ? ഈ കണ്ട എന്നതിനോട് നിങ്ങൾ ചേർത്ത് കൊടുക്കൂ അൻ. കണ്ട അധികം അൻ കണ്ടവൻ, കണ്ടവൻ. കണ്ടവൻ എന്നുള്ളത് നാമനിർമ്മായി തദ്ധിതമാണ്. ഓക്കെ.
ഇനി നോക്കൂ നിങ്ങൾ അൾ കണ്ടതിനോട് അൾ ചേർക്ക് കണ്ടവൾ കണ്ടവൾ. ഇനി തൂ ചേർക്കൂ കണ്ടത് കണ്ടതു അല്ലെങ്കിൽ കണ്ടത് അല്ലേ. ഇപ്പൊ പേരച്ചത്തോട് അൻ അഴ്ത്തു ചേർത്തുണ്ടാക്കുന്ന തദ്ദിലം നാമനിർമ്മായി തദ്ദിലം. മുൻപ് ഇത് പഠിക്കാത്ത ആളുകൾക്ക് വ്യക്തമായി കാണും, പഠിച്ച ആളുകൾക്ക് കൂടുതൽ മനസ്സിലായി കാണും. അൻ അഴ്ത്തു ഉള്ള ലിംഗപ്രത്യയങ്ങൾ ചേർത്ത് നിർമ്മിക്കുന്ന തദ്ദിലം ഏതാണ്? നാമനിർമ്മായി തദ്ദിലമാണ്. 69 ഭേദകമല്ലാത്തത് ഏത്? ഭേദകമല്ലാത്തത് ഏത്? ഭേദകം എന്ന് പറഞ്ഞാല് വിശേഷണമാണ്. നമുക്കറിയാം ഭേദകപദം എന്നാണ് വിശേഷണം. മുമ്പ് ഒരു ചോദ്യം ചോദിച്ചത് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. ഭേദകം എന്നാൽ ക്വസ്റ്റ്യൻ മാർക്ക്. 4 ഉത്തരം കൊടുത്തിട്ടുണ്ട്. അതില് ഒരു ഉത്തരം വിശേഷണം എന്നാണ്. ഭേദകം എന്നാൽ വിശേഷണം. ക്രിയാപദം, നാമപദം, വിശേഷണപദം ഇവയൊന്നുമല്ല എന്നായിരുന്നു അന്ന് കൊടുത്ത ഉത്തരം. അതിൽ ഭേദകം എന്നാൽ എന്താണ്? വിശേഷണം എന്നാണ്. ഇനി ഉത്തരത്തിലേക്ക് നോക്കൂ. ഭേദകം അല്ലാത്തത് ഏതായിട്ടുള്ളത്? ക്രിയാങ്കജം, നാമാങ്കജം, ദ്യോതകം, സംഖ്യം. ഇതിലൊന്നും എന്തല്ല? ഭേദകമല്ല. അപ്പോൾ നമ്മൾ ഭേദകത്തെ എത്രയായി തിരിക്കുന്നുണ്ട്? ഭേദകത്തെ 7 ആയിട്ട് തിരിക്കുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ ഏതാണ് എന്ത് ഭേദകമല്ലാത്തത് എന്ന്, അല്ലെ? അപ്പൊ നമുക്ക് പെട്ടെന്ന് തിരിച്ചു നോക്കാം. ഭേദകത്തെ 7 ആയിട്ട് തിരിക്കുന്നുണ്ട്, അല്ലെ? 1 2 3 4 5 6 7. 1 2 3 4 5 6 7 നോക്കാം. 1 ശുദ്ധഭേദകം, 2 സാംഖ്യഭേദകം, 3 സാർവനാമികം, വിഭാവകം, പാരിമാണികം, നാമാങ്കജം, ക്രിയാങ്കജം. ഓക്കെ, അപ്പൊ എത്ര ഉണ്ട്? 7 ആയിട്ട് തരംതിരിച്ചു. ഇനി നമുക്ക് എളുപ്പത്തിൽ പറയാലോ ഭേദകമല്ലാത്തത് ഏതാണ്, അല്ലെ? ക്രിയാങ്കജം എവിടെയുണ്ട്? ക്രിയാങ്കജം എവിടെയുണ്ട്? അപ്പൊ ഇത് ഉത്തരമല്ല. ഭേദകമല്ലാത്തത് തന്നെ ചോദ്യം. ഇനി രണ്ടാമത്തേത് നാമാങ്കജം. നാമാങ്കജം എവിടെയുണ്ട്? അപ്പൊ അത് ഉത്തരമല്ല. ഇനി ദ്യോതകം എവിടെയും കാണുന്നില്ലല്ലോ, ഇല്ല. പിന്നെയോ സാംഖ്യം, സാംഖ്യഭേദകം. ഇതാ സാംഖ്യഭേദകം ഇവിടെയുണ്ട്. അപ്പൊ എന്തല്ല? ഇതുമല്ല. അപ്പോൾ നമ്മൾ ഉറപ്പിച്ചു ഏതാണ് ഭേദകമല്ലാത്തത്? ദ്യോതകമാണ്. ഇതാണ് ശരി ഉത്തരം. ഭേദകമല്ലാത്തത് ഇക്കൂട്ടത്തിൽ ദ്യോതകമാണ്, അല്ലെ? ബാക്കിയെല്ലാം ഏതിന്റെ വിഭാഗങ്ങളാണ്? ഭേദകത്തിന്റെ വിഭാഗങ്ങളാണ്. അപ്പോൾ ഭേദകമല്ലാത്തത് സി ഓപ്ഷൻ, ദ്യോതകം. ചോദ്യത്തിലെ അവസാനത്തെ ചോദ്യമാണ്. കണ്ണസ്യരാമായണത്തിന്റെ കർത്താവ് ആര്? കണ്ണസ്യരാമായണം പ്രാചീന കൃതിയാണ്. കണ്ണസ്യരാമായണം, മണിപ്രവാള പ്രസ്ഥാനം, പാട്ടുപ്രസ്ഥാനം. മണിപ്രവാള പ്രസ്ഥാനത്തിന്റെയും പാട്ടുപ്രസ്ഥാനത്തിന്റെ ഇടയിൽ വരുന്ന, ഒരുപക്ഷെ പാട്ടുപ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന കണ്ണസ്യന്മാർ, നിരണത്ത് കണ്ണസ്യന്മാരുടെ നിരണംകവികൾ, അല്ലെ? കേട്ടിട്ടില്ലേ നിങ്ങൾ? നിരണംകവികൾ കേട്ടിട്ടില്ലേ? നിരണംകവികളിൽപ്പെട്ട കവികളല്ലേ ഇവരെല്ലാം, അല്ലെ? ശങ്കരപ്പണിക്കർ, മാധവപ്പണിക്കർ, രാമപ്പണിക്കർ, കണ്ണശ്ശൻ, അല്ലെ? കണ്ണശ്ശ പണിക്കർ എന്നായിരിക്കും മുഴുവൻ പേര്, അല്ലെ? ശങ്കരപ്പണിക്കരുണ്ട്, മാധവപ്പണിക്കർ, മലയൻകീഴ് മാധവൻ എന്നാണ്, അല്ലെ? വെള്ളാങ്കല്ലൂർ ശങ്കരപ്പണിക്കർ, രാമപ്പണിക്കർ, കണ്ണശ്ശൻ. ഇതിൽ ആരാണ് ഈ കവികളിൽ? നിരണം കവികളിൽ നിങ്ങൾ ഓർത്ത് വെക്കണം, നിരണം കവികളാണ്. നിരണം കവികളിൽ പെട്ടതാര് എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നിരണം കവികളിൽ പെട്ടവരാണ്.
ഇവരെല്ലാം നിരണം കവികളാണ് അല്ലേ? നിരണം പറമ്പ്, നിരണം കവികൾ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു പിന്നെ സ്മാരകമെല്ലാം ഉണ്ട് അല്ലേ? അതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട. കണ്ണശ രാമായണത്തിന്റെ കർത്താവ് ആര്? ഇതിൽ ആരാണ് കണ്ണശൻ രാമായണത്തിന്റെ കർത്താവ്? രാമപ്പണിക്കരാണ് കണ്ണശ രാമായണത്തിന്റെ കർത്താവ്. കണ്ണശൻ ഇവരുടെ എല്ലാം മുത്തശ്ശനായിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിൻ്റെതെല്ലാം തെറ്റിദ്ധരിക്കേണ്ടത് നമ്മൾ. രാമപ്പണിക്കരാണ്. രാമപ്പണിക്കരുടേത് കണ്ണശ രാമായണം, കണ്ണശ ഭാഗവതം, ശിവരാത്രി മഹാത്മ്യം തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ് അല്ലെ? അതിൽ പ്രധാനമായിട്ട് ശിവരാത്രി മഹാത്മ്യം, ശിവരാത്രി മഹാത്മ്യം, കണ്ണശ രാമായണം, കണ്ണശ ഭാഗവതം, കണ്ണശ ഭാരതം അല്ലെ? കണ്ണശ ഭാരതം, കണ്ണശ ഭാരതം അല്ലെ? കണ്ണശ ഭാഗവതം, അങ്ങനെ 4 കൃതികളാണ്. ഈ കണ്ണശന്മാരിൽ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ആളാണ് രാമപ്പണിക്കർ. ഈ രാമപ്പണിക്കർക്ക് 4 കൃതികളുണ്ട്. അതിലൊരു കൃതി കണ്ണശ രാമായണം, ശിവരാത്രി മഹാത്മ്യം, കണ്ണശ ഭാരതം, കണ്ണശ ഭാഗവതം എന്നാണ്. ശങ്കരപ്പണിക്കരുടേത് ഭാരതമാല എന്നൊരു കൃതിയാണ്. ഇദ്ദേഹത്തിൻ്റെത് എൻ്റെ ഓർമ്മ ഭാരതമാല എന്നൊരു കൃതിയാണ്. ഇദ്ദേഹത്തിൻ്റെത് ഭാഷാ ഭഗവത്ഗീത, ഭാഷാ ഭഗവത്ഗീത എന്നാണ് ഇദ്ദേഹത്തിന്റെ കൃതി അല്ലേ? അപ്പോ ഇതെല്ലാം നിങ്ങൾക്ക് പിന്നെ ഓർമ്മിച്ചു വെക്കാൻ പറ്റും. അപ്പൊ കണ്ണശ രാമായണത്തിന്റെ കർത്താവ് രാമപ്പണിക്കരാണ് എന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. ഈ ചോദ്യത്തിന്റെ മലയാള ഭാഗത്തിന്റെ വിശകലനം ഇവിടെ